ഇന്ന് നൈറ്റായപ്പോൾ എല്ലാവരും ഡ്യൂട്ടിയൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒതുങ്ങിയപ്പോൾ ഞങ്ങൾ 2 ഫാമിലിയും കൂടി ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് പോകാൻ വിചാരിച്ച്. അപ്പം നമ്മൾ ഫസ്റ്റ് ഫുഡ് കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള പരിപാടികളിലേക്ക് കടക്കാൻ വിചാരിച്ചു. സ്വാഭാവികമായിട്ടും നമ്മൾ പോകുന്ന ഇടം ടാക്കോസ് തന്നെയാണ്. അപ്പം ഇന്നും അവിടേക്ക് തന്നെയാണ് വന്നത്. എൻ്റെ മുഖത്താണെങ്കിൽ പുതിയൊരു അതിഥിയും കൂടി വന്നിട്ടുണ്ട്. കാണാനാണെങ്കിൽ നല്ല തിളക്കമേറിയതും നല്ല വേദനയുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ടാക്കോസിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ഞാൻ വേഗം എത്തിയിട്ടോ. അപ്പം ഞാൻ ഇവരെ ആദ്യം വെയിറ്റ് ചെയ്തു. അപ്പോൾ അതാ തുമ്പട, ഷിനീച്ചി, പൊന്നീച്ചി എല്ലാവരും വന്നിട്ടുണ്ട്. ഇനി എൻ്റെ അമ്മയും തത്തയും കൂടി വരുന്നു. അങ്ങനെ ഒടുവിൽ മണിക്കൂറിന്റെ പോസ്റ്റിന് ശേഷം അങ്ങനെ ഓരും വന്ന് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഇപ്പം നിങ്ങളുടെ എല്ലാവരുടെ മനസ്സിൽ ഓടുന്നത് ഷെടാ ഇപ്പം എന്നെ ഇവിടെ ഫുഡ് കഴിക്കാൻ സ്ഥലമുള്ളൂ, ഡെയിലി ഇവിടെ നിന്നാണോ ഫുഡ് കഴിക്കല്, ഇങ്ങനെയല്ല വരുന്നത്. ആക്ച്വലി ഇത് ശരിക്കും ഞാൻ കുറേ ആയിട്ടോ ഈ വീഡിയോ എടുത്തിട്ട്. പിന്നെ എൻ്റെ എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണമാണ് ഇങ്ങനെ നീണ്ടു പോകുന്നത്. പിന്നെന്നുണ്ടെങ്കിൽ നിങ്ങളെ പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ ഈ ലാസ്റ്റ് ഇട്ട വീഡിയോസുകളിലൊക്കെ അധികം ടാക്കോസ് പോയി ഫുഡ് കഴിച്ചു നോക്കണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ പുതിയ വീഡിയോയും ഉണ്ടാവും, പഴയ വീഡിയോ ഉണ്ടാവും. ഞാൻ ഇടാൻ ലേറ്റ് ആകുമ്പോൾ വരുന്ന ആ ഒരു മിസ്റ്റേക്കാണ് അവിടെ വന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളധികം ഇവിടെയൊക്കെ തന്നെയാണ് ഫുഡ് കഴിക്കാൻ വരില്ല. നമ്മളെ ഫേവറേറ്റ് സ്ഥലത്താണ് നമ്മൾ കൂടുതൽ കഴിക്കാമെന്നല്ലേ. ഇപ്പം നമ്മളാണെങ്കിലും തുമ്പടേൻ്റെ ഫാമിലി ആണെങ്കിലും ഒക്കെ നമ്മൾ ഇവിടുന്ന് കുറേ വട്ടം കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാണ്ട് നമ്മൾ കഴിച്ച ദിവസങ്ങളും ഉണ്ട്. നമ്മൾ പതിവ് പോലെ ഇനി സ്പെഷ്യലായിട്ട് പറയാനൊന്നും വേണ്ടല്ലോ. ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് ഞാൻ കുറേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല ഫുഡാണ്, അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് അതിങ്ങനെ വീണ്ടും വീണ്ടും ഇവിടെ വന്ന് ഇങ്ങനെ കഴിക്കുന്നത്. പിന്നെ നമ്മൾ തോനെ കഴിച്ചിട്ട് മത്ത് പിടിക്കുക അങ്ങനത്തെ ഒരു അവസ്ഥയില്ല. വയറ് നിറഞ്ഞ് ഛർദ്ദിക്കുന്നത് വരെ കഴിച്ചാൽ നമ്മുടെ തലക്ക് പിടിക്കില്ല. പിന്നെ നമുക്ക് റൈസ് മാറ്റിയിട്ട് വേണമെങ്കിൽ നമുക്ക് റുമാലി ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നേരെ ബീച്ചിലേക്ക് വിട്ടിട്ട് അവിടെ കുറച്ചധികം നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു. വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ നേരെ സ്റ്റേജിൻ്റെ ആ ഒരു ഭാഗത്തേക്കായിട്ടോ വിട്ടത്. അതുകൊണ്ട് വലിയ തിരക്കൊന്നും തോന്നിയില്ല. അവിടെ ചെറുതാണെങ്കിൽ ബീച്ച് കണ്ട അതിർപ്പത്തിൽ പോയില് കുറേ നേരം കളിക്കും, അതിൻ്റെ കൂട്ടത്തിൽ കുറേ പ്രാവശ്യം വെക്കും ചെയ്തിട്ടുണ്ട്. കുട്ടികളെ കൂട്ടത്തിൽ നമ്മളും കുറച്ച് നേരം ഇറങ്ങി കളിച്ചിട്ട് പോയില്ല. നമ്മൾ ഓരോ ചലഞ്ച് വീഡിയോസും അങ്ങനെ എന്തൊക്കെയൊക്കെ ആയി കളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരത്തെ കളിയുടെ ശേഷം നമ്മൾ പിന്നെ ഐസ് വരത്തി തിന്നാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഒരു മധുരം പിന്നെ ബാക്കിയൊക്കെ മിക്സഡ് ആയിട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഒരു ഒക്കെ അടിച്ചതിന് ശേഷം നമ്മൾ നേരെ ഇരുന്ന സ്ഥലത്തേക്ക് തന്നെ പോയി. അപ്പോൾ ചെറുതിനൊക്കെ ഐസ് വരത്തി വേണമെന്ന്, അപ്പോൾ പിന്നെ അതിന് വേഗം കളിപ്പാട്ടൊക്കെ വാങ്ങി കൊടുത്ത് മയക്കാന്ന് വിചാരിച്ചപ്പോൾ ഇതാണ് അവസ്ഥ. കുട്ടിനെ കളിക്കാൻ സമ്മതിക്കില്ല, തള്ളാണെങ്കിൽ നല്ല കളി. അങ്ങനെ നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾ ഫുള്ളും റോട്ടുമ്പിലേക്കാണ് കേട്ടോ പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ അതിൽ കളിച്ച് അവസാനം ആ സാധനം തീർന്നു. പിന്നെ കുറച്ച് നേരം കൂടി അവിടെ നിന്നുകായിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ടൈം കുറേ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ വീട്ടിലേക്കും പോയി നമ്മൾ നമ്മുടെ വീട്ടിലേക്കും പോകും. അപ്പോൾ ഇന്നത്തെ രാത്രിയിലെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇനി എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ഗൈസ്.